നമസ്കാരം, എൻ്റെ പേര് ജോഷ് എന്നാണ്. 2013 മുതൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് പോരുന്ന ഒരാളാണ്. നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ നിലവിൽ അവരുടെ പ്രീമിയമായിട്ട് സെല്ല് ചെയ്യുന്ന ഹെൽത്ത് അഷ്വർ എന്ന പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു പോളിസി പ്രധാനമായിട്ടും നമുക്കൊരു അസുഖം വന്നാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റൽ മൂലമുള്ള ഇഞ്ചുറി വന്നാലോ എന്ത് വന്നാലോ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ തന്നെ ഫ്ലോട്ടർ ആയിട്ടും നമുക്ക് ഈ ഒരു പോളിസിയിൽ ചേരാൻ കഴിയുന്നതാണ്. ഈ ഒരു പോളിസിയിൽ ചേരുന്നതിനുള്ള മിനിമം ഏജ് വരുന്നത് 18 വയസ്സാണ്. മാക്സിമം വരുന്നത് 75 ഇയേഴ്സ് ആണ്. ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ആണെങ്കിൽ 91 ഡേയ്സ് മുതൽ 17 ഇയേഴ്സ് വരെ ചിൽഡ്രൻ ആയിട്ട് ഈ പോളിസിയിൽ ചേരാൻ വേണ്ടി കഴിയും. അത് ഫ്ലോട്ടർ ആയിട്ട് എടുക്കുവാണെങ്കിലും ഇത് തന്നെയാണ് കൺസിഡറേഷൻ. ഇപ്പൊ ഇൻ കേസ് ചിൽഡ്രൻ ഒരു 17 ഇയേഴ്സ് ആണ് അല്ലെങ്കിൽ അതിൽ താഴെയാണ്, റിന്യൂ ചെയ്യുന്ന സമയത്താണ് 18 വയസ്സ് പൂർത്തിയാകുന്നതെങ്കിൽ അത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാറേണ്ടിയിരിക്കുന്നു ആ റിന്യൂവൽ ചെയ്യേണ്ട സമയത്ത്. അതാണ് ഏജ് സ്ലാബിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഫാമിലി സൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് 2 അഡൾട്ട് 3 ചിൽഡ്രൻ 4 പാരൻസ്. അതായത് പലരും പോളിസി എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയും പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, നമുക്കൊരു ഒറ്റ പോളിസി ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഈ ഒരു പോളിസിയിൽ ചേരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 2 അഡൾട്ട് പ്ലസ് 3 ചിൽഡ്രൻ, അതായത് അച്ഛനും അമ്മയും 3 മക്കളും വരെ മാക്സിമം ഫാമിലി സൈസ് വരും. അതിൻ്റെ കൂടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അഡൾട്ടായിട്ടുള്ള ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെയും ഭാര്യയുടെ അച്ഛനമ്മയും കൂടി ഈ ഒരു പോളിസിയിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് മാക്സിമം 6 അഡൾട്ട് പ്ലസ് 3 ചിൽഡ്രൻ എന്ന രീതിയിൽ ഈ ഒരു പോളിസിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ മിഡ് ടേം ഇൻക്ലൂഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ന്യൂലി വെഡഡ് ആയിട്ടുള്ള സ്പൗസ്, ന്യൂ ബോൺ ബേബി കവർ, അങ്ങനത്തെ ലീഗലി അഡോപ്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ്, ഇങ്ങനത്തെ കേസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്റിമേഷൻ ഇട്ട് കഴിഞ്ഞാൽ 45 ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു ഇൻക്ലൂഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. മിഡ് ടേമിൽ നമുക്കൊരു ഇൻക്ലൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വീണ്ടും ഒരു പ്രപ്പോസൽ ഫോം ഫിസിക്കലായിട്ടൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ മിഡ് ടേമിൽ ആ ഒരു 45 ഡേയ്സിനുള്ളിൽ ഇന്റിമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ പ്രീമിയം പ്രധാനമായിട്ടും വരുന്നത് സോൺ ബേസ്ഡ് ആണ്. സോൺ എ, സോൺ ബി, സോൺ സി എന്നിങ്ങനെ വരുമ്പോൾ പ്രീമിയത്തിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഒരു സോൺ ബി, സോൺ സി എന്നിങ്ങനെയാണ് പ്രീമിയത്തിൽ വരുന്നത്. എറണാകുളം, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് സോൺ ബിയിൽ വരുന്നത്. ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യ, റെസ്റ്റ് ഓഫ് കേരള എല്ലാം വരുന്നത് സോൺ സിയിലാണ്. ചെറിയൊരു വ്യത്യാസം പ്രീമിയത്തിൽ ആ കാര്യത്തിൽ വരും. അതുപോലെ തന്നെ കോ പേയ്മെന്റ് 10% ആണ് നമുക്ക് വരുന്നത്. അതായത് 61 വയസ്സിന് ശേഷമാണ് ഈ ഒരു പോളിസിയിൽ ചേരുന്നതെങ്കിൽ 10% കോ പേയ്മെന്റ് വരും. അതായത് കോ പേയ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 61 വയസ്സിന് ശേഷം പോളിസിയിൽ ചേരുന്നു, നമുക്ക് 1 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു. അപ്പോൾ 10% നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വരും. നമുക്ക് 90,000 രൂപയെ ക്ലെയിം കിട്ടുകയുള്ളൂ. അതാണ് കോ പേയ്മെന്റ് ഉദ്ദേശിക്കുന്നത്. 61 വയസ്സിന് ശേഷം ചേർന്നാൽ മാത്രമേ നമുക്ക് കോ പേയ്മെന്റ് വരുള്ളൂ. റിന്യൂവൽ ഓപ്ഷൻ കൊടുക്കുന്നത് ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് റിന്യൂവൽ എടുക്കാൻ വേണ്ടി പറ്റും. പോളിസി ടേമിന്റെ കേസ് പറഞ്ഞാൽ 1 ഇയർ, 2 ഇയർ, 3 ഇയർ എന്ന് പറയുന്നു. അതായത് നമുക്ക് 3 വർഷത്തെ പ്രീമിയം നമുക്ക് ഒരുമിച്ച് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുമിച്ച് അടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഈ ഒരു പ്രീമിയത്തിൽ ഹൈക്ക് വന്നാൽ പോലും നമ്മളെ ബാധിക്കില്ല. നമുക്കൊരു 2nd ഇയർ പ്രീമിയത്തിലും 3rd ഇയർ പ്രീമിയത്തിലും ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതായത് 2 ഇയർ പോളിസി എടുക്കണമെങ്കിൽ നമുക്ക് 2nd ഇയർ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. 3 ഇയർ പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 10% ഡിസ്കൗണ്ട് 2nd ഇയറിലും 3rd ഇയറിലും നമുക്ക് കിട്ടുന്നതാണ്. ഫ്ലോട്ടർ ആയിട്ട് ഡിസ്കൗണ്ട് കിട്ടുന്നതുകൊണ്ട് ചൈൽഡ് നമ്മൾ 40% ഓഫ് ഡിസ്കൗണ്ട് നമുക്ക് അവൈലബിൾ ആണ് ഫ്ലോട്ടർ ആയിട്ട് നമ്മൾ ഈ പോളിസി എടുക്കുകയാണെങ്കിൽ. അതുപോലെ പാരന്റിനും ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ട് നമുക്ക് ഈ ഒരു പോളിസിയിൽ കിട്ടും. പിന്നെ സം അഷ്വർഡ് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പോളിസിയിൽ നമുക്ക് 2 കോടി വരെ മാക്സിമം സം അഷ്വർഡ് കമ്പനി തരുന്നു എന്നുള്ളതാണ്. 2 കോടി, 1 കോടി 75 ലക്ഷം, 50 ലക്ഷം, 25, 20, 15, 10, 5 എന്നിങ്ങനെയാണ് സം അഷ്വർഡ് വരുന്നത്. അതായത് മിനിമം 5 ലാഖ് മുതൽ മാക്സിമം 2 crore വരെയുള്ള ഒരു സം അഷ്വർഡ് നമുക്ക് ഈ ഒരു പോളിസിയിൽ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 50 ലാഖ് എബോവ് ആണ് ഇതിന്റെ സം അഷ്വർഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള റൂമിലും കിടക്കാനുള്ള സൗകര്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു സം അഷ്വർഡ് ഓപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നല്ല ഒരു സം അഷ്വർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഒരു അവയവദാനം പോലുള്ള കാര്യങ്ങളാണ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഇന്നത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മിനിമം കോസ്റ്റ് വരുന്നത് 30 ലാഖ് ഒക്കെയാണ്. അപ്പോൾ ഒരു വലിയൊരു സം അഷ്വർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് വരുള്ളൂ. പിന്നെ ഒരു വലിയൊരു ക്രൈസിസ്, ഇപ്പോൾ കൊറോണ പോലുള്ള ക്രൈസിസുകളൊക്കെ വന്ന സമയത്ത് പല ഹോസ്പിറ്റലുകളിലും റൂമില്ലാത്തൊരവസ്ഥയായിരുന്നു.
അതായത് ചെറിയ ചെറിയ റൂമുകൾ ഇല്ലാത്ത അവസ്ഥ. ഇപ്പൊ ഇൻ കേസ് നമ്മളൊരു അവിടുത്തെ അവൈലബിലിറ്റി റൂം കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു രീതിയിലുള്ള ഒരു സൂട്ട് റൂമോ ഡീലക്സ് റൂമോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു സമ്മർഷമുള്ള പോളിസി ആണെങ്കിൽ നമുക്ക് അതിന്റെ അത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബാക്കി പൈസ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതിനെയൊക്കെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു സമ്മർഷോട് നമ്മൾ എടുക്കേണ്ട ആവശ്യം. പിന്നെ നമുക്ക് മെഡിക്കൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെങ്കിലും നല്ലൊരു സമ്മർഷോട് വേണം. അപ്പൊ ഒരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയൊരു ഏജിൽ ഒരു 25 to 45 വരെയുള്ള ആൾക്കാർക്ക് ചെറിയൊരു പ്രീമിയത്തിൽ അത് താങ്ങാൻ പറ്റുന്ന ഒരു പ്രീമിയത്തിൽ നമുക്ക് 2 കോർ സമ്മർഷോടൊക്കെ എടുക്കാൻ വേണ്ടി കഴിയും. അതുപോലെ റൂം റെന്റിന്റെ കേസ് ആണെങ്കിൽ 5 lakhന്റെ പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1% ഓഫ് സമ്മർഷോഡ് ആണ് റൂം റെന്റ് കിട്ടുന്നത്. 10 lakh മുതൽ 50 lakh വരെയാണെങ്കിൽ എനി റൂമിലും കിടക്കാം, സൂട്ട് റൂം ഒഴിച്ചിട്ടുള്ള എനി റൂമിൽ കിടക്കാം. ഈ 50 lakh എബോവ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് സൂട്ട് റൂമിൽ ഉൾപ്പെടെ നമുക്ക് കിടക്കാം. അതായത് ആ ഹോസ്പിറ്റലിൽ ഏറ്റവും മികച്ച റൂം ഏതാണോ അതിൽ വരെ കിടക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കേസാണ്, നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്ത് കിട്ടുമോ? അതായത് കൺസ്യൂമബിൾ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യുന്ന പോളിസികളുണ്ടോ? ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കൊരു 30% ഓഫ് നമ്മൾ ഫൈനൽ ബില്ലിൽ കട്ടിങ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പോളിസിയിലാണ് സ്റ്റാറിന്റെ പ്രധാനമായിട്ടും കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നത്. ഈ ഒരു പോളിസിയിൽ അപ്പോൾ നമുക്ക് കൺസ്യൂമബിൾസ് അതായത് നോൺ മെഡിക്കൽ ആയിട്ടുള്ള ലൈക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ, മാസ്ക്, കയ്യുറ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 60 above ഐറ്റംസ് ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോളിസിയിൽ കവർ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ എമർജൻസി റോഡ് ആംബുലൻസ് സൗകര്യം, അതായത് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഹോസ്പിറ്റൽ. നമുക്കൊരു കേസ് വന്നിട്ട് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആംബുലൻസിന്റെ സൗകര്യങ്ങൾ നമുക്ക് ആക്ച്വൽ ഈ ഒരു ബില്ല് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. ഈ ഒരു പോളിസിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് 60 days and 180 days. അതായത് നമ്മളൊരു ചികിത്സയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്, അപ്പോൾ ഡോക്ടർ നമ്മളെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്, അഡ്മിറ്റ് ആയതിന് 60 ദിവസം മുമ്പ് വരെ ആ പർട്ടിക്കുലർ അസുഖമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആക്ച്വൽ ബില്ല് വെച്ചിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയും. റീഇംബേഴ്സ്മെന്റ് ആയിട്ടാണ് ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഒരു 1 monthനുള്ളിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. സെയിം കേസ് തന്നെ നമ്മൾ എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്, ഡിസ്ചാർജ് ആയ ദിവസം മുതൽ 180 days വരെ, ഏകദേശം 6 മാസം വരെ നമ്മൾ ആ അസുഖമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന ഫീച്ചർ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടി പറ്റും. അതായത് റീഇംബേഴ്സ്മെന്റ് ത്രൂ നമുക്കത് ആക്ച്വൽ ബില്ല് എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഓർഗൻ ഡോണർ എക്സ്പെൻസ് മാക്സിമം നമുക്ക് സമ്മർഷോട് തന്നെ എടുത്തിരിക്കുന്ന സമ്മർഷോട് നമുക്ക് ഇതിൻ്റെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഡേ കെയർ ട്രീറ്റ്മെന്റ് സാധാരണ പോളിസി എടുക്കുന്ന സമയത്ത് 24 hours ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 24 hours അഡ്മിറ്റ് ആകേണ്ടതായ അല്ലെങ്കിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഓറൽ കീമോതെറാപ്പി അല്ലെങ്കിൽ ചെറിയൊരു മുഴ പോലത്തെ വന്നിട്ട് നമുക്ക് ഒരു മൈനർ സർജറി, രാവിലെ പോയിട്ട് വൈകുന്നേരം സർജറി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം. അപ്പൊ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഹെഡ്ലൈൻ അല്ലാത്ത ഫ്രാക്ചേഴ്സ്, ഒരു പ്ലാസ്റ്റർ ഓഫ് പാരിസിന്റെ കേസുകൾ, ഇപ്പൊ ഇത്തരം കേസുകളൊക്കെ നമ്മുടെ ലൈഫിൽ വരാറുണ്ട്. അത് നമുക്കൊരു 24 hours അഡ്മിറ്റ് ആകണമെന്ന് നിർബന്ധമില്ല, ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയാൽ മതി. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോളിസിയിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നമുക്കൊരു അതായത് ട്രീറ്റ്മെന്റ് നമ്മൾ വീട്ടിൽ കിടന്ന് ചികിത്സ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ പോലും നമുക്ക് അതിനകത്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു സൗകര്യം ഈ പോളിസിയിൽ അവർ കൊടുക്കുന്നുണ്ട്. ഹോം കെയർ ട്രീറ്റ്മെന്റും അതായത് സമ്മർഷോട് നമുക്ക് പറയുന്നുണ്ട്, മാക്സിമം 10% ഓഫ് സമ്മർഷോടൊക്കെ പറയുന്നത് ഹോം കെയർ ട്രീറ്റ്മെന്റിൽ. അതുപോലെ എയർ ആംബുലൻസ് സൗകര്യവും നമുക്ക് ഇതിനകത്ത് കിട്ടും. സമ്മർഷോടിന്റെ 10% നമുക്ക് എയർ ആംബുലൻസ് സൗകര്യം വേണ്ടി വരുന്ന ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്റ്റാർ വെൽനസ് പ്രോഗ്രാം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സ്പെസിഫിക്കലായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർ വെൽനസ് പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ഹെൽത്തിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറിന്റെ ഒരു പ്രോഗ്രാമാണ്. സ്റ്റാറിന്റെ പവർ എന്ന് പറയുന്ന നേരത്തെ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതൊരു കസ്റ്റമർ പോർട്ടലാണ്. അപ്പോൾ ഈ ഒരു പോർട്ടലിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് സിസ്റ്റങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെൽനസ് പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് റിന്യൂവൽ ചെയ്യുന്ന സമയത്തൊക്കെ 20% വരെ നമുക്ക് ആ ഒരു പോയിന്റ് വെച്ചിട്ട് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സമ്മർഷോട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം മുതൽ മിനിമം 2 crore വരെയാണ് നമുക്ക് ഇതിനകത്ത് സമ്മർഷോട് കിട്ടുന്നത്. ഇനി ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അത് നോ ക്ലെയിം ബോണസിന്റെ കൂടെ കിട്ടുന്ന ഒരു മറ്റൊരു കാര്യമാണ്. നമുക്ക് എവരി ക്ലെയിം ഫ്രീ ഇയറിലാണ് ഹെൽത്ത് ചെക്കപ്പ് ഇതിനകത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 5 lakh പോളിസി ആണെങ്കിൽ നമുക്ക് 1500 വരെ, ഇൻഡിവിജ്വൽ പോളിസിയിലും 2500 വരെ
ഫ്ലോട്ടർ പോളിസിയിലും കിട്ടുന്നത്. ഇപ്പോൾ ഒരു 2 കോറിന്റെ പോളിസി എടുക്കുന്നെങ്കിൽ ഹെൽത്ത് ചെക്കപ്പിന് നമുക്ക് 8,000 രൂപ വരെയും, ഫ്ലോട്ടർ പോളിസിയിലാണെങ്കിൽ 15,000 രൂപ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത്, ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി കിട്ടുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്യുമുലേറ്റീവ് ബോണസ്, നോ ക്ലെയിം ബോണസ് 25% ആണ് കിട്ടുന്നത്. അതായത് എവറി ക്ലെയിം ഫ്രീ ഇയറിൽ നമുക്ക് ഒരു 10 lakhന്റെ പോളിസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ 20% നോ ക്ലെയിം ബോണസ് ആയിട്ട്, ക്യുമുലേറ്റീവ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ആ സെയിം പ്രീമിയത്തിൽ തന്നെ 10 ലക്ഷത്തിന്റെ പോളിസി 12 ലക്ഷമായിട്ട് മാറും. അങ്ങനെ തുടർച്ചയായിട്ട് 4 വർഷം നമുക്ക് ക്ലെയിം ഇല്ലെന്നാണെങ്കിൽ 10 ലക്ഷം 100% മാക്സിമം വരെ നമുക്ക് ക്യുമുലേറ്റീവ് ബോണസ് കിട്ടും. അങ്ങനെ 10 ലക്ഷം 20 ലക്ഷമായിട്ട് മാറും. അപ്പോൾ നമുക്ക് അത് വലിയൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ആയുഷ് ട്രീറ്റ്മെന്റ്, അതായത് ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നതിന്, അതായത് അക്രഡിഷൻ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് സം അഷ്യൂർഡ് മാക്സിമം വരെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കമ്പനീൻ്റെ അത് തരുന്നുണ്ട്. പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ്, അത് നമുക്ക് ഓരോ സം അഷ്യൂർഡിന്റെ കാറ്റഗറി അനുസരിച്ചിട്ടാണ് അതിനും എമൗണ്ട് അനുവദിക്കുന്നത്. പിന്നെ ഡെലിവറി എക്സ്പെൻസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെലിവറിയുടെ കേസ് പറയുവാണെങ്കിൽ നമുക്ക് 24 മന്ത്, അതായത് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് ഡെലിവറി നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഈ ഒരു പോളിസിയിൽ പറ്റുന്നത്. അപ്പോൾ കവേർഡ് അപ് ടു 10% ഓഫ് സം അഷ്യൂർഡ് ആണ് നമുക്ക് ഡെലിവറി പറയുന്നത്. അതായത് സം അഷ്യൂർഡിന്റെ 10% വരെ നമുക്ക് ഡെലിവറിക്ക് ഇതിൻ്റെ അത് കിട്ടുന്നുണ്ട്. ബോത്ത് സെൽഫ് സ്പൗസ് ആർ കവേർഡ് അണ്ടർ ദ പോളിസി. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം സ്പൗസ് ആയാലും അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു പോളിസിയിൽ ആ ഒരു 24 മന്ത് എന്നുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ വരുന്നത് യൂട്രോ ഫെറ്റൽ സർജറി ആൻഡ് ഇന്റർവെൻഷൻ ആണ്. അപ്പൊ അതും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 2 ഇയേഴ്സിന്റെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം നമുക്ക് അതും കവർ ചെയ്ത് കിട്ടുന്നതാണ്. സം അഷ്യൂർഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഫോർ ട്രീറ്റ്മെന്റ് ആൻഡ് ന്യൂ ബോൺ ബേബി കവർ, അതായത് 5 lakhന്റെ പോളിസി ആണെങ്കിൽ നമുക്ക് 2 lakh വരെ കിട്ടും. 2 കോറിന്റെ പോളിസി ആണെങ്കിൽ 4 lakh വരെ നമുക്ക് ന്യൂ ബോൺ ബേബി കവർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇതിൻ്റെ അത് കിട്ടുന്നുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഫോർ ക്രോണിക് സിവിയർ റിഫ്രാക്ടറി ആസ്മ, അത് നമുക്ക് സം അഷ്യൂർഡിന്റെ 10% കിട്ടുന്നത്. നോട്ട് മോർ ദാൻ 5 lakh എന്നും കൂടി കമ്പനി അതിൻ്റെ അത് പറയുന്നുണ്ട്. കോമ്പാഷനേറ്റ് ട്രാവൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കമ്പനി വിൽ റീഇംബേഴ്സ്മെന്റ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, അതായത് നമ്മളൊരു 10% വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എമർജൻസി ആയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വന്നാൽ, അതായത് ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കമ്പനി ഒരു 10%, അതായത് 10% അല്ല 10,000 എമൗണ്ട് നമുക്ക് ഇതിൻ്റെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റിപ്പാട്രിയേഷൻ ഓഫ് മോർട്ടൽ റിമെയിൻസ്, അതായത് 15,000 നമുക്കൊരു പോളിസി പീരീഡിൽ കിട്ടുന്നത്. നമ്മുടെ ഒരു ബോഡി ഇപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തോ നമുക്ക് ബോഡി തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നതിനും കോഫിൻ ചാർജസിൻ്റെ ഒക്കെ ഉൾപ്പെടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാണ് 15,000 രൂപ ഒരു പോളിസി പീരീഡിൽ കമ്പനി കൊടുക്കുന്നത്. ഇൻ കേസ് അങ്ങനത്തെ ഒരു സിനോറിയോ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇൻ വാല്യുബിൾ സർവീസ് പ്രൊവൈഡേഴ്സ് നെറ്റ്വർക്ക്, അതായത് കമ്പനിയുടെ നെറ്റ്വർക്ക് ഉള്ള ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 1% ഓഫ് സം അഷ്യൂർഡ് മാക്സിമം 5,000 വരെ നമുക്ക് ഡിസ്കൗണ്ട് ഇനിയും കിട്ടും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ടിന്റെ 1% വരെ നമ്മൾ കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ വരുന്നത് ഷെയർഡ് അക്കോമഡേഷൻ ആണ്. അപ്പം പേബിൾ, അതായത് നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ്റെ അത് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് ഒരു ഡിസ്കൗണ്ടിൻ്റെ അത് കിട്ടുന്നതാണ്. പിന്നെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തു, ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമുക്ക് ഒരു വിശ്വാസക്കുറവുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഡൗട്ട് വന്നു, അപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കൊരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കാനുള്ള ഓപ്ഷൻ സ്റ്റാർ ഹെൽത്തിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കമ്പനിയുടെ കീഴിൽ വരുന്ന ഡോക്ടേഴ്സിനുമാണ് നമുക്കൊരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. മെയിലായിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളിങ്ങിലൂടെയോ ഒക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വരുന്നത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. ഈ ഒരു ഹെൽത്ത് അഷ്യൂർ എന്ന പ്രോഡക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ. അതായത് നമ്മളുടെ ഒരു പോളിസി പീരീഡ് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു 10 lakhന്റെ പോളിസിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ജനുവരി മാസം നമ്മൾ പോളിസി സ്റ്റാർട്ട് ചെയ്തു, ഫെബ്രുവരി മാസം നമുക്കൊരു 10 lakhന്റെ ക്ലെയിം വന്നു. അപ്പോൾ നമുക്ക് 10 ലക്ഷം രൂപയുടെ ചിലവായി. സാധാരണ പോളിസികളിൽ, അതായത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഇല്ലാത്തൊരു പോളിസിയിലാണെങ്കിൽ നമുക്ക് ആ ഒരു സം അഷ്യൂർഡ് അവിടെ വെച്ച് തീരുന്നു. പക്ഷെ നമുക്ക് പോളിസി പീരീഡ് നമുക്ക് ഡിസംബർ വരെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ ഒരു പോളിസിയിലേക്ക് വരുമ്പോൾ, അതായത് സ്റ്റാറിന്റെ ഹെൽത്ത് അഷ്യൂർ എന്ന് പറയുന്ന പോളിസിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന ഫീച്ചർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ 10 ലക്ഷം തീർത്തുവെങ്കിൽ പോലും നമുക്ക് ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഒരു ഹോസ്പിറ്റലിലെ കേസ് വരുവാണെങ്കിൽ ഒരു 10 lakh എപ്പോഴും ഉണ്ടാകും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സം
സം അഷ്യൂർഡ് റീസ്റ്റോർ ചെയ്തുകൊണ്ട് ഇരിക്കും. പക്ഷേ അറ്റ് എ ഹോസ്പിറ്റൽ ടൈമിൽ മാത്രമാണ് നമുക്ക് സം അഷ്യൂർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എന്നാൽ മിനിമം സം അഷ്യൂർഡ് ആയിട്ടുള്ള 5 lakh പോളിസി എടുത്താൽ പോരെ. അത് നമുക്ക് ഇതിനകത്ത് വർക്കൗട്ട് ആകില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് ഒരു 10 lakh ക്ലെയിം ആണെങ്കിൽ 5 ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് അടക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഹയർ സം അഷ്യൂർഡ് തന്നെ എടുക്കണം. പക്ഷേ നമ്മുടെ ഒരു സം അഷ്യൂർഡ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതായത് ചെറിയൊരു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ഉള്ള ഒരു സം അഷ്യൂർഡ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് വലിയ യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 10 lakh എബോവ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഫീച്ചറിന്റെ ആനുകൂല്യം നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മോഡേൺ ട്രീറ്റ്മെന്റ് സാധാരണ പോളിസികളിൽ നോർമൽ പഴയ പോളിസികളിൽ ഒന്നും കവർ ചെയ്യാത്തൊരു കാര്യമാണ് മോഡേൺ ട്രീറ്റ്മെന്റ്. ഇന്ന് പല ഹോസ്പിറ്റലുകളിലും റോബോട്ടിക് സർജറി പോലുള്ള അത്യാധുനിക ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. ആക്ച്വൽ സം അഷ്യൂർഡ് നമ്മൾ എത്രയാണ് സം അഷ്യൂർഡ് ഓപ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ 2 കോടിയുടെ സം അഷ്യൂർഡ് എടുക്കുന്നതെങ്കിലും 10 lakh സം അഷ്യൂർഡ് എടുക്കുന്നതെങ്കിലും നമുക്ക് മോഡേൺ ട്രീറ്റ്മെന്റ് നമുക്ക് ഇതിൻ്റെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിഹാബിലേഷൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ്, അതായത് നമുക്ക് സബ് ലിമിറ്റ് വരുന്നത് മാക്സിമം 20% വരെയാണ് സം അഷ്യൂർഡ് നമുക്ക് ഈ ഒരു ഫീച്ചറിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓപ്ഷണൽ കവറും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓപ്ഷണൽ കവറെ നമുക്ക് 20 lakh വരെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ 20 lakh എബോവ് ആണെങ്കിൽ അതിനൊരു അഗ്രിഗേറ്റഡ് ഡിഡക്റ്റബിൾ ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡിഡക്റ്റബിൾ നമ്മൾ ആ ഒരു ഫീച്ചേഴ്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വീഡിയോയിൽ ഈ ഡിഡക്റ്റബിളിനെ കുറിച്ച് വിശദമാക്കി തരാം. ഇപ്പം നമുക്ക് ബേസിക്കലി നമുക്കൊരു പ്രീമിയം കുറക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ പ്രീമിയം ചെയ്യാൻ പറ്റില്ല, പക്ഷേ നല്ലൊരു സം അഷ്യൂർഡ് വേണം. അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഡിഡക്റ്റബിൾ നല്ലൊരു ഓപ്ഷനാണ്. 50,000 അതുപോലെ 1 lakh നമുക്ക് ഈ ഒരു പോളിസിയിൽ ഡിഡക്റ്റബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളൊരു 15,000 ആണ് ഡിഡക്റ്റബിൾ വെക്കുന്നതെങ്കിൽ 40%, 45%, അതുപോലെ 20 lakh എബോവ് ഉള്ള ഒരു സം അഷ്യൂർഡ് ഉള്ള പോളിസിയിലാണ് നമുക്ക് അല്ലെങ്കിൽ 1 lakh എടുക്കണമെങ്കിൽ 55%-ലും നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മളൊരു 10 ലക്ഷം രൂപ സം അഷ്യൂർഡ് ഉള്ള ഒരു പോളിസി എടുത്തു, നമ്മൾ ഡിഡക്റ്റബിൾ 1 lakh വെച്ചു. അതായത് നമ്മൾ ആ ഒരു പോളിസി പീരീഡിൽ ആദ്യത്തെ 1 ലക്ഷം രൂപ നമുക്ക് എപ്പോഴാണ് ഹോസ്പിറ്റൽ ബില്ല് വരുന്നത് അത് നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് മറ്റു പോളിസികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവർക്ക് മെഡിസിൻ പോലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇത് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ കേസുകളൊന്നും മൈൻഡാത്തവർക്കും ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്ന് വെച്ചാൽ പ്രീമിയം നമ്മൾ കുറക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാങ്ങിക്കാൻ പോകുന്നത് 55%-ഓളമാണ്. അതായത് പകുതി പ്രീമിയം മാത്രം പേ ചെയ്താൽ മതി വലിയൊരു സം അഷ്യൂർഡ് എടുക്കുന്നതിന് വേണ്ടി. അതാണ് ഡിഡക്റ്റബിളിന്റെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 lakh ഡിഡക്റ്റബിൾ 20 lakh മുകളിലുള്ള പോളിസി വെച്ച് കഴിഞ്ഞാൽ 55%, 50,000 ഡിഡക്റ്റബിൾ വെച്ച് കഴിഞ്ഞാൽ 40% നമുക്ക് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതൊരു ഇൻഷുറൻസ് പോളിസിയും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വെയിറ്റിംഗ് പീരീഡുകളാണ്. അപ്പോൾ എല്ലാ പോളിസികളും ഉള്ള പോലെ തന്നെ കോമൺ വെയിറ്റിംഗ് പീരീഡ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 30 ദിവസമാണ് ഈ ഒരു പോളിസിയിൽ, എക്സെപ്റ്റ് ആക്സിഡന്റ് ആണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പോളിസി ഇഷ്യൂ ചെയ്ത മൊമെന്റിൽ നമുക്ക് ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്താൽ മാത്രം മതി. ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റ് കവർ ചെയ്യും. അല്ലെങ്കിൽ നോർമൽ കേസ് ആണെങ്കിൽ 30 days ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. നമുക്കൊരു ക്യാരി ഫോർവേഡ് ഡിസീസ് എന്നൊക്കെ വിളിക്കുന്ന ഹെർണിയ, പിസ്റ്റുല, പൈൽസ്, ENT സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് 2 year ആണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസ്, അതായത് നിലവിലുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് 3 വർഷം വരെയാണ് നമുക്ക് അതിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അത് നമുക്ക് 1 year ആയിട്ടൊക്കെ കുറക്കാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ ബൈബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഒക്കെ ചെയ്ത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിലവിലുള്ള അസുഖങ്ങളാണെങ്കിൽ 3 വർഷം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരും. ഡെലിവറി എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. യുട്രോ ഫെറ്റൽ സർജറി ആണെങ്കിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരും. അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ 2 year വെയിറ്റിംഗ് പീരീഡ്. ന്യൂ ബോൺ ബേബി കവർ ആണെങ്കിൽ 1 year വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ഇതൊക്കെ കോമൺ ആണ്. എല്ലാ ഇൻഷുറൻസ് പോളിസികളിലും ഈ ഒരു കാര്യങ്ങൾ വെയിറ്റിംഗ് പീരീഡ് കോമൺ ആണ്. അത് ഏത് കമ്പനി എടുത്താലും ഇതൊക്കെ തന്നെയാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അത് ഇൻഷുറൻസ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് IRD ഇങ്ങനത്തെ റൂൾസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിലവിലെ സ്റ്റാർ ഹെൽത്തിന്റെ ഏറ്റവും സെല്ലിംഗ് ഉള്ളത്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണിത്. അപ്പം നിങ്ങൾക്ക് പോളിസി എടുക്കുന്നതിനോ അല്ലെങ്കിൽ പോളിസിയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്, സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നതെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 24/7 ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.